ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിസ്മോളുടെ ആത്മഹത്യയും രണ്ട് കുട്ടികളുടെ കൊലപാതകവുമാണ്. അതിൽ ജിസ്മോൾ ആത്മഹത്യ ചെയ്തതാണ്, രണ്ട് കുട്ടികളെ ജിസ്മോൾ എന്ന് പറയുന്ന സ്ത്രീ കൊല ചെയ്തതാണ്. ഇതിന് ഒരുപാട് സ്ത്രീ അബലയാണ്, ചബലയാണ് എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ സോക്കോൾഡ് വാഴ്ത്തുപാട്ടുകൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ഓരോ സ്ത്രീകളും ഇപ്പോൾ ഓരോന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പേര് ഇവരെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. അവരങ്ങനെ ആക്രമിക്കപ്പെട്ടു, ഇങ്ങനെ ചതിക്കപ്പെട്ടു, ഹസ്ബൻഡ് കറുത്തതാണെന്ന് പറഞ്ഞു, ഹസ്ബൻഡ് സ്ത്രീധനം പോരാന്ന് പറഞ്ഞു, ഭർത്തൃ വീട്ടുകാർ ഉപദ്രവിച്ചു. ഇതെല്ലാമാണ് ഇവരുടെ ഈ ആത്മഹത്യ എന്നതിലുപരി ഈ കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിലേക്ക് ഇവരെ നയിച്ച സംഭവമായിട്ട് ആളുകൾ പറയുന്നത്. ഇതെല്ലാം സത്യം തന്നെയായിരിക്കാം. ക്രൂരനായ ഹസ്ബൻഡും ക്രൂരയായ അമ്മായിയമ്മയും ക്രൂരരായ വീട്ടുകാരും ഒന്നും ഇന്നും ഇന്നലെയും ഈ സമൂഹത്തിൽ പൊട്ടിമുളച്ചതല്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഈ സമൂഹത്തിലുള്ളതാണ് അല്ലേ. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ സൊസൈറ്റി വളരുകയാണോ വീണ്ടും 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 താഴേക്ക് പോവുകയാണോ ചെയ്തേക്കുന്നത്? എല്ലാ കാര്യത്തിലും നമ്മുടെ സൊസൈറ്റി വളർന്നു എന്ന് പറയുന്നു. പക്ഷേ സ്വന്തം ജീവനെ നിലനിർത്താനോ സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവൻ പ്രൊട്ടക്റ്റ് ചെയ്യാനോ കഴിയാത്ത അത്രയധികം മ്ലേച്ഛമായ രീതിയിൽ അധപ്പതിച്ചു പോയി ഈ സൊസൈറ്റി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇതിൽ എല്ലാവരും ഷൈനിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ ഒരു വാക്കാണിത്. ഷൈനി എന്ന അമ്മയെ വാഴ്ത്തിപ്പാടി അവർ അനുഭവിച്ച യാതനകൾ, പീഡനങ്ങൾ, അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ജോലി ഉണ്ടായിരുന്നില്ല, ജീവിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല, ഒരു ജോലി തേടി ഒരുപാടെടുത്ത് അലഞ്ഞു, ഒന്നുമേ കിട്ടാതെ വന്നപ്പോൾ അത്രമേൽ നിസ്സഹായമായ ഒരവസ്ഥയിലാണ് അവർ ആ അറ്റംപ്റ്റ് നടത്തിയത് എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്താണ് ഈ ജിസ്മോളുടെ കേസിൽ എന്താണ്? ഇവർക്ക് നല്ലൊരു ജോലി ഉള്ളതാണ്, ജീവിക്കാൻ ചുറ്റുപാടുകളൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ ഒരാൾ ഉപദ്രവിച്ചു എന്ന് കരുതി സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ട് കൊന്നു കളയാതെ അവരെ ചേർത്ത് പിടിച്ച് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവർക്കുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളും 100-ൽ 95% ആളുകൾക്കും 99% ആളുകൾക്കും ദഹിക്കില്ല. കാര്യം നീ ഒരു സ്ത്രീയാണോ, നീ ഒരു മനുഷ്യനാണോ, ഇങ്ങനെയാണോ പറയേണ്ടത്? അനുഭവിച്ചവർക്കേ അറിയൂ, അനുഭവിക്കുന്നവർക്കേ അറിയൂ. എപ്പോഴും നമ്മുടെ ഈ സൊസൈറ്റിയിൽ കേൾക്കുന്ന ഒരു വേർഡാണ് അനുഭവിച്ചവർക്കേ അറിയൂ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത് വേറെ ഒരാളുകളും ഇമാതിരി കാര്യങ്ങളൊന്നും അനുഭവിക്കാത്തവരാണെന്നോ? ഈ സമൂഹത്തിൽ ബോൾഡായിട്ട് നിന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ലേഡീസ് ഒന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ കുറേ പേര് ഇപ്പോൾ ഷൈനിയുടെ കാര്യത്തിൽ ജസ്റ്റിസ് ഫോർ ഷൈനി എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇറക്കി, അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഇറക്കി. നീചരായ മറ്റുള്ള മനുഷ്യരെ പറ്റി ഇകഴ്ത്തിയും ഇവരെ പുകഴ്ത്തിയും പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഇറക്കി. ആ നീചത നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് ആ നീചരായ ആളുകൾ നന്നായോ? ഒരിക്കലും നന്നാവാൻ പോവില്ല. അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഈ സൊസൈറ്റിയിൽ ഇനിയും ഉണ്ടാകും. അവിടെ വേണ്ട ഒരു ബോധം എന്ന് വെച്ചാൽ നമ്മളൊരു കല്യാണ വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷനിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടുന്ന പാർട്ട്ണർ എക്സ്ട്രാ ഡീസൻ്റ് ആയിരിക്കും, നമ്മൾ വിചാരിക്കുന്ന അതേ രീതിയിലായിരിക്കും എന്നൊന്നും ആരും വിചാരിച്ച് മനക്കോട്ട കെട്ടാതിരിക്കുക. ആ ഒരു കാഴ്ചപ്പാടിൽ, ആ ഒരു ഡ്രീമിൽ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകാതിരിക്കുക. അതിനുവേണ്ടി സ്വന്തമായിട്ടൊരു കൈത്തൊഴിലെങ്കിലും പഠിച്ചിരിക്കുക, സ്വന്തമായിട്ട് വിദ്യാഭ്യാസം നേടുക, ജോലി സമ്പാദിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും അന്നന്നത്തെ ജീവിതം ജീവിക്കാനുള്ള ഒരു കൈത്തൊഴിലെങ്കിലും ഓരോ സ്ത്രീകളും പഠിച്ചിരിക്കുക. വിവാഹ ജീവിതം ഫെയിലിയർ ആയി പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അയ്യോ പാവം സിമ്പതി കാണിക്കാതിരിക്കുക. ഇതേ നമ്മൾക്ക് ചെയ്യാൻ പറ്റൂ. എന്നെ എങ്ങനെയൊക്കെ വിമർശിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഞാനും ഷൈനിയും ഈ പറയുന്ന ജിസ്മോളും അതിന് മുമ്പ് വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ഈ സെയിം ഷൈനി കാണിച്ചതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെ കൊണ്ടുപോയി പഠിക്കാൻ ഇത്തിരി പുറകോട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ട്രെയിനിന് കീഴെ കൊന്നു കളഞ്ഞ വേറൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. ഈ ഷൈനിയുടെ ഒരു പ്രശ്നത്തിന് ശേഷം ഒരുപാട് സ്ത്രീകൾ ആ പാത പിന്തുടർന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. കാര്യം എന്താണെന്നറിയോ? ഈ സൊസൈറ്റി തന്നെയാണ് കാര്യം. ഒരുപാട് ആളുകൾ വീഡിയോ ഇടുന്നുണ്ട്, എന്നിട്ട് അവനെ അടിക്കണം, കൊല്ലണം, വീട്ടുകാരെ കൊല്ലണം, തല്ലണം എന്നൊക്കെ പറഞ്ഞ് ആർജവത്തോടെ പറയുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് സംഭവിക്കാനാ? അത്രയും ദുഷ്ടത ഇവരോട് കാണിച്ച് അവരൊക്കെ 2 ദിവസം നിങ്ങൾ ഈ പ്രഹസനമായിട്ട് അവരുടെ പുറകെ നടക്കും. വേറൊരു പുതിയ കേസ് വന്നു കഴിയുമ്പോൾ അത് മറന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകും. വീണ്ടും ഇങ്ങനെയുള്ള ആളുകൾ സൊസൈറ്റിയിൽ ഉണ്ടാകുകയും ചെയ്യും. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരിക്കും. അതിന് ബദലായിട്ട് നിൽക്കേണ്ടത് ഈ പറയുന്ന സ്ത്രീകൾ തന്നെയാണ്. ഇവർ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതം ഒരു പാർട്ട്ണർ ഡീസൻ്റ് അല്ലെങ്കിൽ, അവരുടെ ഫാമിലി ഡീസൻ്റ് അല്ലെങ്കിൽ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി ജീവിക്കാനുള്ളൊരു തൻ്റെ ഇടം എനിക്ക് വേണം. ഒരാണുണ്ടെങ്കിൽ, ഒരു പുരുഷനുണ്ടെങ്കിൽ മാത്രമല്ല ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം.
അതെങ്ങനെയാ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ത്രീകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അവർ ഡയറക്റ്റ്ലി ഞാൻ ഇൻഫ്ലുവൻസർ അല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നവരൊക്കെ മനുഷ്യരെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്നുണ്ടോ, തീർച്ചയായിട്ടും 10 പേരെ കണ്ടുള്ളതിലും 100 പേരെ കണ്ടുള്ളതിലും നിങ്ങളൊരു ഇൻഫ്ലുവൻസർ തന്നെയാണ്. അങ്ങനെയുള്ള സ്ത്രീകളും വന്നിരുന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ദാ എൻ്റെ അടുത്ത് നോക്കൂ, ഇങ്ങനെ പിടിക്കാൻ, ഇങ്ങനെ ചേർത്തിരുത്താൻ എൻ്റെ അടുത്ത് ഒരുത്തനുണ്ട്, നിൻ്റെ അടുത്തുണ്ടോ? ഓരോ സ്ത്രീകളോട് ചോദിക്കുന്നതാണ്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ സൈഡിൽ ഒരു കോന്തൻ ഇരിക്കുന്നില്ലെങ്കിൽ അപ്പം ചോദിക്കും, എൻ്റെ അടുത്ത് ഇതാ ഇങ്ങനെ പിടിക്കാൻ ഒരുത്തനുണ്ട്, നിൻ്റെ അടുത്തുണ്ടോ? അതേപോലെ ചോദിക്കും, എൻ്റെ അടുത്തുള്ളവൻ ഇത്രയും വലിപ്പം, അവന് ആ കഴിവുണ്ട്, ഈ കഴിവുണ്ട്, അതും എല്ലാം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല, നിൻ്റെ അടുത്തുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സ്ത്രീകളുള്ള ഈ സൊസൈറ്റിയിൽ സ്ത്രീകൾ എങ്ങനെ നന്നാകും? സ്ത്രീകൾക്ക് അപ്പോഴൊക്കെ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരം, ഇതുപോലെ ഒരുത്തൻ സൈഡിലിരുന്നാൽ മാത്രമേ എനിക്ക് ജീവിതമുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ ഒരുത്തന്റെ പുറകെ നടന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, അതുകൊണ്ട് അങ്ങനെ ഒരുത്തൻ ഇല്ലാതെ ആയിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന ഒരു വികാരം ഇൻജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ. കാര്യം അവരുടെ സൈഡിലിരിക്കുന്ന ആളുകളെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരുത്തൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്കൊന്നും ജീവിക്കാൻ പറ്റില്ല, നിനക്ക് കാണിക്കാവോ എന്ന് ചോദിച്ച് വെല്ലുവിളിക്കുമ്പോൾ ഈ ചഞ്ചല മനസ്ഥരായ സ്ത്രീകളാണ് കൂടുതലും നമ്മുടെ ഈ സൊസൈറ്റിയിൽ നിന്ന്. ഒരു 100 പേരെ എടുത്താൽ 95 അത് അവർ ചിന്തിക്കുന്ന അതാ, അയ്യോ എൻ്റെ സൈഡിൽ ഇല്ലല്ലോ, അപ്പം പിന്നെ എനിക്കിനി ജീവിക്കാൻ പറ്റത്തില്ല, അയാളുടെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, പിള്ളേരുടെ അച്ഛനില്ലാതെ എങ്ങനെ ജീവിക്കും, കുട്ടികൾ അച്ഛനില്ലാത്ത മക്കളെന്നും പറഞ്ഞ് സൊസൈറ്റിയിൽ വളരില്ലേ, അതുകൊണ്ട് ഇനി ഞാനങ്ങ് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഷൈനി പോയി ആത്മഹത്യ ചെയ്യും. എത്രയോ ആളുകളാണ് അവൾക്ക് വേണ്ടി വാദിക്കാനുള്ളത്, അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ളത്, അവരെ പുകഴ്ത്തി പാടുന്നത്. ഞാനിനി മരിച്ചിട്ടാണേലും വേണ്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നിട്ടാണേലും വേണ്ടില്ല, ഒരാഴ്ചയിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് കത്തി നിൽക്കുമല്ലോ ഞാൻ. ഈ രീതിയിലാണ് സ്ത്രീകൾ ഇന്ന് ചിന്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീ തെറ്റ് ചെയ്താൽ ആ സ്ത്രീ പോയി, മരിച്ച സ്ത്രീ പോയി, ഇനി ഒന്നും നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ അനുകരിക്കാനിരിക്കുന്ന ഒരു കൂട്ടം ഷൈനിമാരും ജിസ്മോളുമാരും ഒക്കെ നമ്മുടെ ഈ സൊസൈറ്റിയിലുണ്ട്. അവർക്ക് നേരെ വിരൽ ചൂണ്ടേണ്ടതാണ്, ചൂണ്ടുക തന്നെ ചെയ്യണം. ഈ ഷൈനിയും ഈ ജിസ്മോളും ഒക്കെ ചെയ്തത് തെറ്റാണ് എന്ന് വിരൽ ചൂണ്ടാനുള്ള ഒരു ആർജവും സൊസൈറ്റിക്ക് ഉണ്ടാകണം. നിങ്ങൾ എന്തുകൊണ്ട് ബോൾഡ് ആവുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് മെച്യൂർ ആകുന്നില്ല? നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എത്ര സ്ട്രഗിൾ ചെയ്തും അവരെ വളർത്താനുള്ള ഒരു ധൈര്യം നിങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഈ കുഞ്ഞുങ്ങളെ കൊണ്ട്, സ്വന്തം അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീകൾക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രെയിനിൻ്റെ മുന്നിലേക്ക് വലിച്ചു കൊണ്ടുപോയി കൊല്ലാനും വെള്ളത്തിൽ ചാടിച്ചു കൊല്ലാനും പല രീതിയിൽ കൊല്ലാനുമുള്ള ധൈര്യമുണ്ടല്ലോ. അതിൽ കൂടുതൽ ധൈര്യമൊന്നും വേണ്ട ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ. സ്വന്തം ജീവൻ കളയാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ അവരവരുടെ കാര്യമാണ്, സ്വന്തം കാര്യമാണ്, അതെങ്ങനെയും ആവട്ടെ എന്ന് നമുക്ക് ഒരു പരിധി വരെ വിചാരിക്കാം. പക്ഷേ ഈ ഒന്നും അറിയാത്ത ഈ ലോകത്തേക്ക് പിറന്നു വീണ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊല്ലുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. അത് ഈ പറയുന്ന സോക്കോൾഡ് ഓപ്പോസിറ്റ് ആളുകളെ കഴിഞ്ഞും ക്രൂരരായ വ്യക്തികളാണ് ഇവരെന്നേ എനിക്ക് പറയാൻ പറ്റൂ. എത്ര പേരാണ് ഇവർക്ക് നീ അനുഭവിക്കണം, എന്നാലേ നിനക്ക് മനസ്സിലാവും ഇവർ ചെയ്തതാണ് ശരി, ഇവർ ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോയാൽ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയധികം ചപലരായ മനുഷ്യരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി നിങ്ങൾക്കാണെങ്കിലും ഒരു വിഷയമുണ്ടായാൽ നിങ്ങൾ എടുക്കേണ്ട സൊല്യൂഷൻ ഇതല്ല. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊന്നു കളയാനായിട്ട് ഇത്ര ക്രൂരമായ എരമ്പിപ്പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയും ഇരച്ചു പായുന്ന വെള്ളത്തിലേക്ക് എടുത്തു ചാടിച്ചും വിഷം കൊടുത്തുമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കൊല്ലാൻ തോന്നുക? നിങ്ങളുടെ മനസ്സ് അത്ര കല്ലാണോ? ഈ ഭൂമിയിൽ ആ മക്കളുടെ ഫേസ് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ തോന്നില്ലേ? എന്ത് ജോലി എടുത്തിട്ടാണേലും നിങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു വികാരം നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പോൾ പിന്നെ നിങ്ങളെ ഒരു നല്ല അമ്മ എന്ന് എവിടെയും പറയാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ സുഖങ്ങൾ മാത്രം വിചാരിച്ച്, അത് മാത്രം ചിന്തിച്ച്, നിങ്ങളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും പറയുമ്പോൾ, വീട്ടുകാരെന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കേറ്റ പ്രഹരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ വേദന, കുഞ്ഞുങ്ങളുടെ ആ ജീവന് നിങ്ങളൊരു വില കൊടുക്കാതെ പോകുന്നത്. ഇതിന് എനിക്കറിയാം. ഇതിന് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഈ അയ്യോ പാവം പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നതിൻ്റെ 1% സപ്പോർട്ട് പോലും എനിക്ക് കിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അയ്യോ പാവത്വം കൊണ്ട് ഇനി മുന്നോട്ട് ലൈഫ് ഒരിക്കലും പോവില്ല. ഒരു സ്ത്രീകളും ഇത് നിർത്തില്ല. നിങ്ങൾ ഷൈനിക്ക് കൊടുത്ത അയ്യോ പാവത്വമാണെന്ന് ഇത്രയധികം പെൺകുട്ടികളുടെ, ഇത്രയധികം സ്ത്രീകളുടെ ജീവൻ എടുക്കാനായിട്ട് കാരണമായത്. ഷൈനിയെ വാഴ്ത്തിപ്പാടിയ വാഴ്ത്തിപ്പാടലുകളാണ്, അവൾ ചെയ്തതാണ് നല്ലതെന്ന് സ്ത്രീകൾ തന്നെ ഇരുന്ന് പറയുന്ന ആ വാക്കുകളാണ് ഓരോ സ്ത്രീകളുടെയും ഉള്ളിലേക്ക് പോയി കൊണ്ടിട്ട് അവരിത് ചെയ്യുന്നത്. ഇപ്പം തന്നെ ജിസ്മോളെ പറ്റിയിട്ട് ആ കുഞ്ഞ് അനുഭവിച്ചത്, ആ കുഞ്ഞ് അങ്ങനെ ചെയ്തത് നന്നായി, അത് വീട്ടുകാരങ്ങനാണ് ഇങ്ങനാണ് എന്ന് പറയുമ്പോഴും ഈ ജിസ്മോൾക്ക് കിട്ടുന്ന ഈ ഒരു അനുകമ്പയുണ്ടല്ലോ, ഇത് കണ്ടിട്ട് അനുകരിക്കാൻ ഒരുപാട് ജിസ്മോൾമാരിപ്പോൾ കാണും.
കാര്യം അതിന് വഴിയൊരുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ സൊസൈറ്റിയിൽ അവരെ വാഴ്ത്തിപ്പാടുന്ന ആളുകൾ തന്നെയാണ്. അവർ ചെയ്തത് തെറ്റാണെങ്കിൽ ഇതുപോലെ ഇരിക്കുന്ന മരിച്ചുപോയവരോടല്ല, ഇതുപോലെ ഇനിയും ചെയ്യാനിരിക്കുന്ന ജിസ്മോളുമാരോടും ഷൈനിമാരോടും പറയണം, ചെയ്തത് തെറ്റാണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്, ഇതിനെ ഒരു രീതിയിലും അനുകൂലിക്കുന്നില്ല എന്ന് തന്നെ വിളിച്ചു പറയണം. അല്ലാതെ ക്രൂരന്മാരായ ഭർത്താക്കന്മാരെയോ അമ്മായി അച്ഛന്മാരെയോ നിങ്ങൾ എത്ര പ്രകസനം കാണിച്ചാലും നന്നാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അത് നന്നാകണമെങ്കിൽ പെൺകുട്ടികൾ ബോൾഡ് ആവണം. അല്ലാതെ ഞങ്ങൾ അബലരാണ് ചബലരാണ്, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലേ, ദാ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ പോകുന്നു. എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവർ സ്വയം ആത്മഹത്യ ചെയ്തെങ്കിലും പോട്ടെ എന്ന് വെക്കുക. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി ജീവിതം എന്തെന്ന് അറിയാൻ പോലും തുടങ്ങാത്ത ഈ കുട്ടികളെയും കൊണ്ടുപോയി സ്ത്രീകൾ കാണിക്കുന്ന ഈ നാടകങ്ങൾക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറ്റില്ല. ഇതിൽ ചിലരുടെയെങ്കിലും വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമൻസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ എഴുതിയിട്ടുണ്ടായിരുന്നു, അവർക്കിപ്പോൾ 42 വയസ്സുണ്ട്, അവരുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതാണത്രേ. അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു, അതിനുശേഷം അവർ ജീവിച്ചു, നല്ല രീതിയിൽ പഠിച്ചു, എങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം, അറിയില്ല. പക്ഷെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അവർക്കൊരു ലൈഫുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്കൊരു ലൈഫുണ്ട്. അത് എടുത്ത് കളയാനായിട്ട് ഇത്ര ക്രൂരകളാകാനായിട്ട് ഈ അമ്മമാർക്ക് എങ്ങനെയാ സാധിക്കുക? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ സ്ത്രീകളെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നത്? ഇനിയും നോക്കിക്കോ, ഇനി ഒരുപാട് ഷൈനിമാരും ജിസ്മോളുമാരും ഇനി ഈ സൊസൈറ്റിയിൽ കൂടിക്കൊണ്ടേയിരിക്കും. കാര്യം ഇതേപോലെ വാഴ്ത്തിപ്പാടാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുകയല്ലേ. മരിക്കുന്നവരെ മുഴുവൻ ഇതുപോലെ ക്രൂരമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊന്നുകളയുന്ന അമ്മമാരെ വാഴ്ത്തിപ്പാടാനായിട്ട് ഈ സൊസൈറ്റി നിൽക്കുന്നിടത്തോളം ഇങ്ങനെയുള്ള പ്രവണത സ്ത്രീകളിൽ കൂടുക തന്നെ ചെയ്യും. കാര്യം അല്ലെങ്കിൽ ഈ സൊസൈറ്റി ഒന്നടങ്കം പറയണം, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അവർ ചെയ്തത് തെറ്റാണ് എന്ന് അവർക്ക് നേരെ എന്ന് ഈ സൊസൈറ്റി വിരൽ ചൂണ്ടുന്നോ അന്നേ സ്ത്രീകൾ ബോൾഡ് ആകുള്ളൂ. അന്നേ സ്ത്രീകൾ ചിന്തിക്കാൻ തുടങ്ങുള്ളൂ, അവർ ചെയ്തത് തെറ്റാണ്, ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ ഈ സമൂഹം നമുക്ക് നേരെ വിരൽ ചൂണ്ടും എന്ന് ചിന്തിക്കണം. അങ്ങനെ സ്വന്തമായിട്ട് ചിന്തിച്ചാൽ മാത്രമാണ് ഈ പ്രവണത നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ അവരുടെ ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞിട്ടോ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ദുഷ്ടന്മാരായവരെന്നും ദുഷ്ടത കാണിച്ചുകൊണ്ടിരിക്കും. അവർക്ക് കീഴെ അവർക്ക് വേണ്ടിയിട്ട് മരിക്കാനായിട്ട് ആളുകളുണ്ടെങ്കിൽ അവർക്ക് പിന്നെ എന്താണ്? നമ്മുടെ നിയമവും അതിനുള്ള ശിക്ഷാവിധികളും ഒക്കെ നമുക്കറിയാം, ഇത്രേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടും അവർ ജീവിക്കും. അവരും ഒരു പാഠം പഠിക്കണം എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ബോൾഡായി മാത്രമേ പറ്റൂ. അല്ലാതെ തടിയുള്ള ഒരു കൈയെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നിനക്കൊണ്ടോടി എന്ന് ചോദിക്കുന്നതല്ല ഒരു പെൺകുട്ടിയുടെ ബോൾഡ്നെസ്. തടിയുള്ള ഒരു പുരുഷനും അടുത്തിരുന്നില്ലെങ്കിലും ഞാൻ ജീവിക്കും, ഞാൻ സിംഗിളായിട്ട് ജീവിക്കും, സിംഗിൾ പാരൻ്റായിട്ട് ഞാൻ എൻ്റെ മക്കളെ വളർത്തും എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ആ പെണ്ണാണ് മിടുക്കി, അവളാണ് സ്ത്രീ. അല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ കാണിച്ച് സമൂഹത്തിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇങ്ങനെയേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള മെസ്സേജ് കൊടുക്കുന്ന ആളുകളല്ല ഈ സൊസൈറ്റിക്ക് വേണ്ടത്. നമ്മുടെ ജീവനും നമ്മുടെ കുട്ടികളുടെ ജീവനും അതേപോലെ കരുതൽ കൊടുത്ത് അതുപോലെ സ്നേഹിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു സ്ത്രീ ആയിരിക്കണം ഒരമ്മ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് നിൽക്കാതിരിക്കുക, കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ള ആ പ്രോസസ്സിലേക്ക് കടക്കാതിരിക്കുക. കല്യാണവും ആലോചിച്ച് മാത്രം കല്യാണം കഴിച്ചോട്ടെ, കുഞ്ഞുങ്ങൾ വേണോ എന്നുള്ളത് നിങ്ങൾ വളരെയധികം ചിന്തിച്ച് മാത്രം ചെയ്യുക. ഒരു സ്ത്രീയും ഇങ്ങനെ ഇതുപോലത്തെ വെട്ടിത്തരം ഇനി കാണിക്കാതിരിക്കട്ടെ. എൻ്റെ മനസ്സിൽ ഒരിക്കലും അവർക്കൊരു നല്ല ഇമേജ് അല്ല ഒരിക്കലും ഉള്ളത്. ഷൈനിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? അവർക്ക് ജോലി ഇല്ലാഞ്ഞിട്ട് കൂലി ഇല്ലാഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ ജിസ്മോൾക്ക് ജോലിയും കൂലി ഇല്ലാഞ്ഞിട്ടാണോ? അതിനുശേഷം ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ആത്മഹത്യ ചെയ്തു, അവർക്ക് ജോലി ഇല്ലാഞ്ഞിട്ടാണോ? അവർ നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള റീസൺ ഇതൊന്നുമല്ല. സൊസൈറ്റി സമൂഹം ഇങ്ങനെ ആഘോഷിക്കുന്നത്, ഞങ്ങൾ മരണപ്പെട്ടാലും സമൂഹത്തിൻ്റെ ആഘോഷം നടക്കുമല്ലോ, അങ്ങനെ എന്തൊക്കെയോ ആണ് വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെയും അല്ല, സ്വന്തം കുഞ്ഞുങ്ങളുടെ പ്രാണന് പോലും ഇവർ വില കൽപ്പിക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനിയും ചോദ്യങ്ങൾ വരും എനിക്ക് നേരെ, നീ ഒരു പെണ്ണാണോ? ഞാനൊരു പെണ്ണായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. അനുഭവിച്ചവർക്കേ അറിയൂ. ഓരോ സ്ത്രീകളും അനുഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാനാവും? നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വേയിൽ സംസാരിച്ചാലും അത് മാത്രമാണ് ശരിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ? ഇവർക്ക് അനുകൂലിച്ച് ഇവരെ വീണ്ടും ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞ് ഒരു ഈ സോഷ്യൽ മീഡിയ ചാനലുകാർക്ക് ഒരാഴ്ചത്തേക്കുള്ള ഒരു ചാകരയ്ക്കുള്ള ഒരു വകയും കൊടുക്കണം. പിന്നെ അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി. അപ്പോൾ അടുത്തിരുന്ന ഒരു ഷൈനിയോ ഒരു ജിസ്മോളോ വിചാരിക്കുന്നുണ്ട്, അടുത്തത് ഞാനാകാം, എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? അപ്പോൾ ഈ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊല്ലാൻ കാണിക്കുന്ന ഈ ധൈര്യത്തിൻ്റെ ഒരു 100-ൽ 1 അംശം മതി നിങ്ങൾക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ. അപ്പോൾ ഈ ജോലിയില്ലാത്തതോ കൂലിയില്ലാത്തതോ ഒന്നുമല്ല നിങ്ങളുടെ വിഷയം. നിങ്ങളുടെ മനസ്സിനെ ആരെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തോൽവി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
ഒന്നും അറിയാത്ത പാവം പിഞ്ചു കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോയി കൊന്നുകളയുക. അതാണ് നല്ല രീതിയല്ലേ? അതിനെയാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? അതിനെയാണ് എല്ലാവരും പറയുന്നത് അവരനുഭവിച്ചു, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അനുഭവിക്കുന്നവർക്കേ അറിയൂന്ന്. അനുഭവിക്കുന്നവർ ദയവായിട്ട് അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ഡിസിഷൻ എടുക്കൂ. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടേക്കൂ. അത് ഞാനില്ലെങ്കിൽ അതുങ്ങൾ എങ്ങനെ ജീവിക്കും? എന്ത് ചെയ്യും? ആളുകൾ പന്താടില്ലേ, ആളുകൾ പന്താടില്ലേ, ഉപദ്രവിക്കില്ലേ എന്നൊക്കെയുള്ള വല്ലാത്ത വികാരമാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കൂ, ആ കുട്ടികളെയും കൂടെ ജീവിപ്പിക്കൂ. അല്ലാതെ ഈ ലോകത്ത് ഏറ്റവും ക്രൂരമായ ഒന്ന് മരണമാണ്. എല്ലാവരും സ്വന്തം ജീവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അല്ലേ? നമ്മുടെ കണ്ണിലൊരു കമ്പ് വന്ന് കൊണ്ടാൽ ആദ്യം നമ്മൾ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൺപോളകൾ താനേ അടയും അല്ലേ എന്ന് പറയുന്നത് പോലെ എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത് ജീവനാണ്. ആ ജീവനെ കൊണ്ടുപോയി നിഷ്കരുണം കൊന്നു കളയാൻ ഈ അമ്മമാർക്ക്, ഈ സ്ത്രീകൾക്ക് എങ്ങനെയാണ് തോന്നുക? അത് അങ്ങേയറ്റം വികൃതമായ ഒരു മനസ്സ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.